കൂത്താട്ടുകുളത്ത് നഗരസഭാ കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ CPM സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ പ്രതിയായ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും ഒന്നാം പ്രതിയായ ഏരിയ സെക്രട്ടറി PB രതീഷിന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം. പോലീസിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഏരിയ സെക്രട്ടറി ഉന്നയിച്ചത്. കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷനിൽ ചില തെമ്മാടികൾ ഉണ്ട് എന്നായിരുന്നു വിമർശനം. ആദ്യം ആക്രമിച്ച കോൺഗ്രസിന്റെ പ്രവർത്തകർക്കെതിരെ കേസില്ല, അവരെ പോലീസ് അന്വേഷിക്കുന്നില്ല, അവരെ അറസ്റ്റ് ചെയ്യണ്ട. കൂത്താട്ടുകുളം പോലീസിൽ ചില തെമ്മാടികളുണ്ട്. അതായത് പോലീസിൽ ജോലി കിട്ടിയില്ലായിരുന്നുവെങ്കിൽ ജയിലിൽ കിടക്കേണ്ടവർ. പോലീസിൽ ജോലി കിട്ടി എന്നതുകൊണ്ട് മാത്രം നാട്ടിൽ നടക്കുന്നവർ അല്ലെങ്കിൽ ജയിലിൽ കിടക്കേണ്ട ചില ആളുകൾ കൂത്താട്ടുകുളം സ്റ്റേഷനിലുണ്ട്. അവർക്ക് കിട്ടുന്ന കിമ്പളമാണ് അവരെ നയിക്കുന്നത്. അവർക്ക് വിജയാശിവന്റെ ആക്രമണം കാണാൻ കഴിയില്ല. കലാരാജുവിന് പണം കൊടുക്കാൻ മുന്നോട്ട് വന്നവർ ആളുകളാണ് ഈ ചില പോലീസുകാർക്ക് മാസം മാസം കിമ്പളം കൊടുക്കുന്നത്. നീയൊക്കെ മറുപടി പറയേണ്ടി വരും. കലാരാജുവിനെതിരെ CPM എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനൻ 3 ദിവസം ബന്ധുവീട്ടിലായിരുന്നു എന്ന വാദം തെറ്റാണ്. കലാരാജുവിന്റെ മക്കളെ UDF കസ്റ്റഡിയിലെടുത്തു. അവരെയും മക്കളെയും കോൺഗ്രസ് നിയന്ത്രിക്കുന്നുവെന്നും CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞു. എവിടെയായിരുന്നു ഈ പറഞ്ഞ കൗൺസിലർ? അപ്പൊ ആ കൗൺസിലർ എവിടെയോ മാറി എന്നുള്ള വസ്തുതയാണ്. അവര് പറഞ്ഞൊരു കാര്യം, ഞാൻ എൻ്റെ ബന്ധു വീട്ടിലെ എന്തോ വിവാഹത്തിനോ മറ്റോ പോയിരുന്നതിന് ശേഷം ഞാൻ അവിടെ താമസമാണ്. അവിടെ പക്ഷെ താമസിച്ചിട്ടില്ല എന്നുള്ളവർ അവിടെ അന്വേഷിച്ച് മനസ്സിലായല്ലോ. കോൺഗ്രസിന്റെ കസ്റ്റഡി വെച്ച് കോൺഗ്രസിന്റെ ഡിക്റ്റേഷൻ ആണ്. കോൺഗ്രസ് പറഞ്ഞു കൊടുക്കുന്ന പോലെ പറയാൻ വേണ്ടി ആ പാവത്തിനെ ഉപയോഗിക്കുന്നത്. മക്കള് UDFന്റെ കസ്റ്റഡിയിലായി, അവര് ക്യാപ്റ്റീവായി, അവര് യഥാർത്ഥത്തിൽ അവരുടെ കസ്റ്റഡിയിലായി കഴിഞ്ഞു. അപ്പൊ പിന്നെ അവര് പറയാൻ പറ്റൂ? അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. അശ്വിൻ, ഈ ഇന്നത്തെ വിശദീകരണ യോഗം യഥാർത്ഥത്തിൽ ഇതിലെ ഒന്നാം പ്രതി, അതിന്റെ മുഖ്യ സംഘാടകനും പ്രാസംഗികനും ഒക്കെയായി. അപ്പോൾ പോലീസ് അന്വേഷിക്കുന്നു എന്നാണല്ലോ സാധാരണഗതിയിൽ ഇത്തരം കേസുകളിൽ പറയുക. പ്രതിയെ കണ്ടെത്തിയിട്ടില്ല, അതുകൊണ്ട് അറസ്റ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്നാണല്ലോ പറയുക. ആ പ്രതി സ്റ്റേജിലുണ്ടായിരുന്നു. പോലീസിനെ, കൂത്താട്ടുകുളം സ്റ്റേഷനിലെ പോലീസുകാരെ ചില തെമ്മാടികൾ എന്ന് അഭിസംബോധന ചെയ്യുകയും ചെയ്തു അദ്ദേഹം. പോലീസിനൊന്നും പറയാനില്ലല്ലോ അല്ലേ? ഇതുവരെയും പ്രതികളെ കുറിച്ച് വിവരമില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലും പോലീസ് നൽകുന്ന വിശദീകരണം. പക്ഷേ അതേ പോലീസിന്റെ മുന്നിലാണ് ഇന്ന് ആ ഒന്നാം പ്രതി അടക്കമുള്ള കേസിലെ പ്രധാന പ്രതികൾ പങ്കെടുത്ത ഒരു വിശദീകരണ യോഗവും ശക്തി പ്രകടനവും ഒക്കെ നടന്നത് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. വൈകുന്നേരം നടന്ന ശക്തി പ്രകടനത്തിൽ നൂറുകണക്കിന് CPM പ്രവർത്തകർ പങ്കെടുത്തു. തട്ടിക്കൊണ്ടുപോകൽ കേസിൽ ഒന്നാം പ്രതിയായ ഏരിയ സെക്രട്ടറി PB രതീഷിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ ശക്തി പ്രകടനവും യോഗവും എല്ലാം നടന്നത്. CN മോഹൻ ജില്ലാ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു. ഈ യോഗത്തിൽ പോലീസിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഈ വലിയ വെല്ലുവിളിയും ഒപ്പം തെമ്മാടികളെന്ന് വിളിച്ചാൽ അധിക്ഷേപവും ഒക്കെ പോലീസിന് നേരെ ഉണ്ടാകുന്നത്. അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ പോലീസിൽ പണി കിട്ടിയില്ലായിരുന്നെങ്കിൽ ജയിലിൽ കിടക്കേണ്ടവരായിരുന്നു, നീയൊക്കെ മറുപടി പറയേണ്ടി വരും എന്നടക്കമുള്ള വാക്കുകളാണ് ഏരിയ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അത് കേസിൽ ഒന്നാം പ്രതിയാണ് എന്നുള്ളത് കൂടി അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. ഒപ്പം കലാരാജു എന്ന CPMന്റെ കൌൺസിലറെ കൂടുതൽ തുറന്നു കാട്ടുക എന്നുള്ളൊരു ലക്ഷ്യമാണ് CPM ഇതിന് പിന്നാലെ വെക്കുന്നത്. തട്ടിക്കൊണ്ടുപോകൽ എന്ന ആ ഒരു ഇടപെടലിന് ശേഷം നാണക്കേടും വലിയ പ്രതിരോധവും ഒക്കെ പാർട്ടിക്കുണ്ടായിരുന്നു. ആ പ്രതിരോധം മറികടക്കാനാണ് കൂടുതൽ വിമർശനം കലാരാജുവിനെതിരെ ഉന്നയിക്കുന്നത്. ജില്ലാ സെക്രട്ടറി തന്നെ വന്ന കലാരാജുവിനെതിരെ വലിയ വിമർശനം ഉന്നയിക്കുന്നു. അവർ പറഞ്ഞതെല്ലാം കള്ളമാണ് എന്ന് പൊതുസമൂഹത്തോട് പറയാൻ അവർ ആഗ്രഹിക്കുകയാണ്. ഒപ്പം ചില കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. വീട്ടിലായിരുന്നു, അന്ന് 3 ദിവസം കാണാതായത് കോൺഗ്രസിന്റെ കസ്റ്റഡിയിലായിരുന്നു എന്നുള്ളതൊക്കെ ഇന്നലെ അവർ പറഞ്ഞതാണ്. അത് ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് കലാരാജു പറഞ്ഞതൊക്കെ കള്ളമാണ് എന്ന് പറയുന്നത്. എന്തായാലും വലിയ വിമർശനങ്ങൾ നേരിടുന്ന പാർട്ടി വീണ്ടും വിമർശനങ്ങളിലേക്ക് പോവുകയാണ്. പ്രതികളെയൊക്കെ പങ്കെടുപ്പിച്ച ഈ പരിപാടി നടത്തിയ സാഹചര്യത്തിൽ എന്തായാലും ഇവർ അറസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. വിജയകുമാർ. യെസ്, ഒന്നാം പ്രതിയുടെ നേതൃത്വത്തിലായിരുന്നു രാഷ്ട്രീയ വിശദീകരണ യോഗം നടന്നത്. ആ പ്രതിയെ അന്വേഷിക്കുന്നു എന്നാണ് പോലീസ് റിപ്പോർട്ട്. അതിനിടയിലാണ് ഒരു വേദിയിൽ പോലീസിനെ വലിയ രൂക്ഷമായ വിമർശനമൊക്കെ ഉന്നയിച്ച് ആ പ്രതി ഇന്ന് ദീർഘനേരം പ്രസംഗിക്കുകയും ചെയ്തത്. അപ്പോൾ ഇനി പോലീസ് എന്ത് ചെയ്യും? അറസ്റ്റ് ചെയ്യുമോ? കസ്റ്റഡിയിൽ എടുക്കുമോ എന്നൊക്കെയാണ് അറിയേണ്ടത്. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ